ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾ കൂടിയിട്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ടൊരു നല്ലൊരു ഡിഷൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് കുറേ നാളായി. ഇത് ഞാൻ ഇടാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി നമ്മൾ ഓൾറെഡി ദം ബിരിയാണി ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഇത്ത ഉണ്ടാക്കുന്ന പ്രോപ്പർ മുസ്ലിം സ്റ്റൈൽ ബിരിയാണിയാണ്. ആ ഇത്ത ഉണ്ടാക്കുന്നത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. ഞങ്ങൾക്ക് വീട്ടിലൊരു ഗസ്റ്റ് വന്നാലോ ഈവൻ വീക്കെൻഡ്സ് ഞങ്ങളുടെ കടയിൽ പോലും കൊടുക്കുന്ന ആ ഒരു ബിരിയാണിയാണ്. അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ആയി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൽ എന്തോ ഒരു സ്പെഷ്യൽ മാജിക് ഉണ്ട്. ആ മാജിക് എന്താണെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ ഇത്തയോട് സംസാരിച്ചപ്പോൾ ഇത്തയ്ക്കും ഭയങ്കര ഹാപ്പി. അതിനെന്താ മോളെ നീ വീഡിയോ എടുക്കണേ, നീ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത്തനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് ഇത്ത ചെയ്യുന്നതൊക്കെ ഞാനൊന്ന് ക്യാപ്ചർ ചെയ്ത് വീഡിയോ എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് അതിലെ ടിപ്സും കാര്യങ്ങളും ആ ഒരു ഇത്തയുടെ സ്പെഷ്യൽ മാജിക്കും ഒക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ പുറകെ നമുക്ക് കാണാം. ഇനി ഇതിനൊരു കൺക്ലൂഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പം യൂട്യൂബിൽ വളരെ കുറച്ച് വീഡിയോസേ ഇടാറുള്ളൂ. പക്ഷേ ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലീസ് ഡു ഫോളോ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്നുകൂടെ ഒന്ന് കാണുക. കാരണം ഇപ്പോൾ മാമ്പഴം ഒക്കെ ഒത്തിരി ഉള്ള സമയമാണ്. അപ്പോൾ മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള മാമ്പഴം എങ്ങനെ പ്രിസർവ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടതൊക്കെ ചെയ്ത് നോക്കുക. വെക്കേഷനിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബിരിയാണിയുടെ വീഡിയോയിലോട്ട് പോകാം. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ആദ്യം തന്നെ സവോള പൊരിച്ചെടുക്കാനും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെമ്മീനും ഒന്ന് വറുത്തെടുക്കുകയാണ്. ജസ്റ്റ് ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ ചെമ്മീൻ. അതുപോലെ തന്നെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഒരു ശകലം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോൺസിൻ്റെ തന്നെ മസാല ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. നമ്മൾ ഇത്രയും മാത്രം ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇപ്പം ഇതിൽ ഇട്ടിട്ടില്ല. ജസ്റ്റ് ഇത്രയും മാത്രം ഇട്ടിട്ട് ഷാലോ ഫ്രൈ, ജസ്റ്റ് ആ ചെമ്മീനൊന്ന് വേവാൻ വേണ്ടി മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റുകയാണ്. അതുപോലെ മീൻ ടൈം നമ്മൾ സവോളയും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെമ്മീൻ പൊരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബിരിയാണി അരിക്കുള്ള വെള്ളം വെച്ചു. അതിലാവശ്യത്തിന് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് 2 മാഗി ക്യൂബും കൂടെ, നമ്മൾ ചിക്കൻ മസാലയുടെ മാഗി ക്യൂബാണ് ഇട്ടത്, അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ ഇട്ട് ഉപ്പും ഇട്ടു. ഉപ്പ് മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചിട്ടാൽ മതി, കാരണം ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. പിന്നീട് നമ്മൾ പൊരിച്ചെടുത്ത സവോളേനെ ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്, കാരണം അത് കളറ് കിട്ടാനാണെന്നാണ്. രമ്പയില, പാണ്ടൻ ലീവ്സ് എന്ന് പറയും. ശരിക്കും നമ്മൾ വെറുതെ എടുക്കുമ്പോൾ രമ്പയുടെ മണം വരൂലല്ലേ? വരൂല, അതൊന്ന് ചൂടാകണം. അതിലെ പൊരിച്ചു വരണമെന്ന് പറഞ്ഞു. എണ്ണയിലിടുമ്പോഴാണ് ഏത് സാധനത്തിനും മണം വരുന്നത്. കേട്ടില്ലേ, ഇത് പറഞ്ഞ പോലെ എണ്ണയിലിടുമ്പോഴാണ് എന്തിനും മണം വരുന്നത്. അപ്പോൾ ഇതൊരു ട്രേഡ് സീക്രട്ടാണ്, സീക്രട്ട് നമ്പർ 1. നന്നായിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് പൊരിച്ച് കോരി മാറ്റി വയ്ക്കും. നമ്മൾ ഈ ആദ്യം വറുത്ത സവോള ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. ഇനി അതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുത്താൽ വറവ് പരിപാടിയും തീർന്നു. ഒരുപാടൊന്നും വേണ്ട. ഇതിപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 2 കിലോ അരിക്കുള്ളതാണ്, പക്ഷേ ഇത്രയും മതി. നമ്മൾ ഒരുപാട് പൊരിച്ച് കോരിയിടേണ്ട ആവശ്യമില്ല എന്നാണ് ഇത്ത പറയുന്നത്. കുറേശ്ശെ മതി, ലൈറ്റായിട്ട് എല്ലാം, മുന്തിരിയാണേലും അണ്ടിപ്പരിപ്പാണേലും ഒക്കെ ലൈറ്റായിട്ട് കുറേശ്ശെ മതി എന്നാണ് ഇത്ത പറയണത് കേട്ടോ. ഇനി നമുക്കത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. മസാല സവോള ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ തക്കാളി, അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിരിയാണി മസാലയുണ്ട്. ബിരിയാണി മസാലയാണ്, നമ്മുടെ സാധാരണ ഗരം മസാലയല്ല, അതിനെക്കാട്ടിലും കുറച്ചുകൂടെ
നമ്മൾ ചെറിയ ജീരകമൊക്കെ കുറവ് മതി ബിരിയാണി മസാലയ്ക്ക്. അത് സെപ്പറേറ്റ് പൊടിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് ഇതേ മീറ്റ് മസാലയും കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്ത പറയുന്നത് എപ്പോഴും മീറ്റ് മസാലയാണ് നല്ലൊരു ഫ്ലേവർ നൽകുന്നതെന്ന്. അതുപോലെ തന്നെ അത് ഇങ്ങനെ ഒരു ചാറ്, ഒരു തിക്നെസ് കിട്ടാനായിട്ട് തൈരും തേങ്ങാപ്പാലുമാണ് യൂസ് ചെയ്യുന്നത്. അത് ചിക്കൻ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇതേ സെയിം ഗ്രേവിയിൽ തന്നെ നമുക്ക് ചിക്കനും സോട്ട് ചെയ്താൽ മതി. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഓഫാക്കി വെച്ചേക്കാം. നമ്മൾ അതിൻ്റെ പുറത്തേക്കും കുറച്ച് പുതിനയും മല്ലിയിലയും രമ്പയിലയും, അത് പച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ, വറുത്ത് കോരിയതല്ല, കാരണം ഓൾറെഡി ആവിയിലിരിക്കുകയല്ലേ. അങ്ങനെ നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ വെച്ചേക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള അരി ഇടുക. നമ്മളിവിടെ വെള്ളത്തിന് റേഷ്യോ പറയുന്നില്ല, കാരണം നമ്മൾ അരി ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. വറ്റിച്ചെടുത്താൽ കുഴഞ്ഞു പോകുന്നതാണ് ഇത്ത പറയണത്. അത് അരി ഇട്ടു, വെന്തു, അത് ഇത്ത ഊറ്റിയെടുത്തു. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ആ ഒരു പാത്രത്തിലോട്ട് തന്നെ നമ്മൾ വെള്ളമൊക്കെ വേവിച്ച് ആ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ ഇത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് അരി ഇടുക, ചോറിടുക. ചോറിൻ്റെ പുറത്തേക്ക് മസാല, നമ്മൾ പൊരിച്ചു കോരി വെച്ചേക്കുന്ന ആ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന സവോളയില്ലേ, ആ സവോളയാണ് നമ്മൾ അരിയുടെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഈ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്, അത് ഇടുമ്പോൾ തന്നെ അതിന് നല്ല കളർ വരും എന്നാണ് ഇത്ത പറയുന്നത്. നമ്മളിതിൽ മഞ്ഞപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല, മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത്ത പറയുന്നത് ആ സവോളയുടെ ആ ഒരു ക്രഷ് ചെയ്തിടുമ്പോഴത്തേക്ക് നല്ല കളറാണ് സവോള തന്നെ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ദേ കണ്ടോ, അതാണ് ഇങ്ങനെ ലെയർ പോലെ ഇടുന്നത്. പിന്നെ നമ്മൾ മറ്റേ രമ്പയിലയും ഇതൊക്കെ കുറേശ്ശെയല്ലേ ഉള്ളൂ. അപ്പോൾ കുറേശ്ശെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലെയർ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മൾ ഓൾറെഡി ദം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ലെയർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ബിരിയാണി മസാല ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട്, കാരണം ഒരു ഫ്ലേവർ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് തുറക്കുമ്പോഴൊക്കെ നല്ലൊരു മണം വരാനായിട്ടാണ്. നമ്മൾ ലാസ്റ്റായിട്ട് ആ ചോറ് മുഴുവൻ തട്ടിയിട്ടു. ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ഫുൾ നമ്മുടെ രമ്പയിലയും മല്ലിയിലയും പുതിനയും അതുപോലെ തന്നെ സവോളയും കൂടെ കൂട്ടി വറുത്ത് വെച്ചേക്കുന്നതും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം കൂടെ ഇട്ട് നെയ്യ് ഒഴിച്ച് നമ്മൾ ദം ചെയ്ത് വെക്കുകയാണ്. ഒരു 20-25 മിനിറ്റ്സൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്ത് വെക്കാം. ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി നിങ്ങൾക്ക് അത്ര പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണെങ്കിലും നമ്മുടെ ഇതെടുത്ത് വെച്ചാൽ നന്നായിട്ടിരുന്നോളും. ഒരു 20-25 മിനിറ്റ്സിന് ശേഷം നമ്മൾ തുറന്ന് കാണിക്കുക കേട്ടോ. നമ്മുടെ ബിരിയാണി ഇത്ത തന്നെയാണ് നമുക്ക് തുറന്ന് എടുത്ത് വിളമ്പി തന്നത്. ആദ്യത്തെ ബിരിയാണി വിളമ്പി തന്നിട്ടാണ് ഇത്ത പോയത്. അപ്പം എല്ലാവർക്കും ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. എനിക്കറിയത്തില്ലാത്ത കുറേ കാര്യങ്ങളായിരുന്നു ഇതിൽ ഞാൻ പഠിച്ചത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്